ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചെയ്യാം. ഇഡ്ഡലി പലതരത്തിൽ ഇഡ്ഡലിയുണ്ട്. പച്ചരി വെച്ചിട്ട് ഇഡ്ഡലി ചെയ്യും, ഡുപ്പിയരി വെച്ചിട്ട് പച്ചരിയും ഡുപ്പിയരിയും ചേർത്ത് അങ്ങനെ പല തരത്തിലുള്ള ഇഡ്ഡലിയുണ്ട്. മിക്സിയിൽ അരച്ച ഇഡ്ഡലി, ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്ന മാവ് കൊണ്ടുള്ള ഇഡ്ഡലി. അപ്പം നമുക്ക് ഇത് ഗ്രൈൻഡർ അരച്ച് എടുത്ത മാവ് കൊണ്ടുള്ള ഡുപ്പിയരിയും പച്ചരിയും ചേർത്ത് ഉഴുന്നും ചേർത്തുണ്ടാക്കിയ ഇഡ്ഡലിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു സാമ്പാറും ഉള്ളിച്ചമ്മന്തിയും ഒരു തേങ്ങാ ചമ്മന്തിയും ചെയ്യാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം ഇഡ്ഡലിയാണ്. എത്ര ഇഡ്ഡലി കഴിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇഡ്ഡലി കഴിച്ചിട്ട് ഒരുപാട് നാളെ പോലെ തോന്നും. വീണ്ടും ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് സാമ്പാർ ചെയ്യാം. നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ടി ഒരു സാമ്പാറും ചെയ്യാം. നമുക്ക് ആദ്യം അതിന് വേണ്ട കഷ്ണങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബജ്ജി മുളകും ഇട്ട് ചെയ്ത് നോക്കാം, നല്ലതായിരിക്കും. സവാളയും കത്തിരിക്ക, വെള്ളരിക്ക, തക്കാളിക്ക, ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങയ്ക്ക, പച്ചമുളക്. ഈ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര എരിയായിരിക്കും. ഈ ബജ്ജി മുളകും ഇതിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണം ഇട്ട് വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കഷ്ണം ഇട്ട് വെക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ഒരുപാട് കഷ്ണങ്ങൾ ചേർത്താണ് വെക്കുന്നത്. ഇതും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം, സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ തുമര വേവിക്കാം. നമുക്ക് 1/4 കിലോ തുമര ആണിത് ഈ ഗ്ലാസ്സിൽ കൊള്ളുന്നത്. അപ്പം നമുക്ക് അത് നല്ലപോലെ കഴുകി കുറച്ച് കട്ടിയ കായം ഉണ്ടെങ്കിൽ അത് ചേർത്ത് വേവിക്കാം, അല്ലെങ്കിൽ പൊടിയും ചേർക്കാം. നല്ലപോലെ കഴുകി നമുക്ക് കുക്കറിൽ ഇട്ട് വേവിക്കും. വെള്ളം അതിനൊരു വേണമെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം വരെ ഒഴിക്കാം. തുമരയ്ക്ക് മാത്രം. നമുക്ക് കഷ്ണവും വേവിക്കണമല്ലോ, അപ്പം വെള്ളമില്ലാതെ വരണ്ട. ഒരു 3 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. തുമര ഇടുന്ന ഗ്ലാസ്സിന് തന്നെ നമുക്ക് 3 ഗ്ലാസ് വെള്ളം, 3-3.5 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിക്കാം. അപ്പോൾ കുക്കറിൽ തുമര ഇട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും കുക്കറിൽ ഉപയോഗിക്കുമ്പോൾ ആവി വന്നതിന് ശേഷമേ വെയിറ്റ് ഇടാൻ പാടുള്ളൂ എന്നാണ്. ഞാൻ ചിലപ്പോൾ ധൈര്യം കൊണ്ട് ഇടും, അങ്ങനെ ഇടാൻ പാടില്ല. നമുക്ക് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇടാം. ഒരു വിസിൽ കേൾക്കുമ്പോൾ കുറച്ച് നേരം, ഒരു 3 മിനിറ്റൊക്കെ സിമ്മിൽ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. കുക്കർ ഗ്യാസ് വെച്ച് ഗ്യാസ് കത്തിക്കാം. തുമര വേവുന്ന സമയം കൊണ്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ വാട്ടിയെടുക്കാം. നമുക്ക് കഷ്ണം എപ്പോഴും വാട്ടി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വെണ്ടയ്ക്കയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെ കൊഴുപ്പ് പോലെ വരില്ല. എണ്ണ ഒഴിച്ചിട്ട് കത്തിരിക്കയും എല്ലാ കഷ്ണവും മുരിങ്ങയ്ക്ക ഒഴിച്ച് ബാക്കി എല്ലാം ചേർത്ത് വാട്ടിയെടുക്കാം. മുരിങ്ങയ്ക്ക വാട്ടാൻ പാടില്ല. കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് മുരിങ്ങയ്ക്ക ചേർക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി വാട്ടാം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ചൊന്ന് വാടിയാൽ മതി. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് സിമ്മിലിട്ട് അടച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. കുറച്ച് നേരം വാട്ടിയാൽ മതിയാവും. വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഉപ്പും ചേർത്ത് വെള്ളവും ചേർക്കാം. കഷ്ണങ്ങൾ ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇതിലിട്ട് അതിനകത്ത് ഈ കഷ്ണത്തിൻ്റെ കൂടെ ചൂടാക്കിയാൽ മതിയാവും. തനിയെ ചൂടാക്കേണ്ട ആവശ്യമില്ല. പൊടികളാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കുറച്ച് ഏറെ ഇട്ടാലും നല്ലതാണ്. 3-3.5 സ്പൂൺ ഇടാം. മുളക് പൊടി നമ്മൾ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിട്ടൊന്നും കൂടെ പൊടികളെല്ലാം നല്ലപോലെ ചൂടായതിന് ശേഷം നല്ലപോലെ ഇളക്കി നല്ലപോലെ പൊടിയെല്ലാം ചൂടായി ഉറപ്പ് വരുത്തിയ ശേഷം
കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നമുക്ക് വെള്ളം ഉപ്പും ചേർക്കാം. എന്നിട്ട് അടച്ച് ഇതിൽ തന്നെ വേവിക്കാം. പൊടിയെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിനി വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ചേർക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വേവിക്കാം. നമുക്ക് അടച്ച് വേവിക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ കായപ്പൊടി കുറച്ച് ഇപ്പം ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ അവസാനം എന്തായാലും കുറച്ച് കായപ്പൊടി ചേർക്കണം. പൊടി ആയതുകൊണ്ട് നമുക്ക് മണം നിൽക്കണമെങ്കിൽ അവസാനം കുറച്ച് ചേർക്കണം. നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ് വേവിക്കാം. കുറച്ച് എന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ തൊമര നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതിലോട്ട് കഷ്ണങ്ങൾ ചേർക്കാം. ചേർത്തിട്ട് പുളിയും ചേർത്ത് ഉപ്പുമൊക്കെ നോക്കി അതിൽ നമ്മൾ കുറച്ചൊന്ന് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കുക്കർ അടച്ച് ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വയ്ക്കാം. നല്ലപോലെ ഇളക്കി സാമ്പാറിന് നമ്മൾ കുറച്ച് മുഴുവൻ ഉലുവ അപ്പോൾ തന്നെ മൂപ്പിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇഡലി ചുടുന്നതിന് മുമ്പായിട്ട് ഈ പാത്രങ്ങളൊക്കെ എണ്ണ തേച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കുവാണെങ്കിൽ നമുക്ക് ഇഡലി ചുടുമ്പോൾ ഇഡലി തട്ടിൽ പിടിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇഡലി എടുക്കാൻ പറ്റുമേ. നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്ന് ആവി കൊള്ളിക്കണം. 5 മിനിറ്റ് ആവി നല്ലപോലെ 3 തട്ടിലും ആവി വരുന്ന പോലെ എണ്ണ തേച്ചിട്ട് അങ്ങനെ ആവി ഒന്ന് കൊള്ളിച്ചതിന് ശേഷം മാവ് കോരി ഒഴിക്കണം. ഉലുവ തനിയെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തനിയെ പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇടുന്ന സാമ്പാറിന് പ്രത്യേക നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് തനിയെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉലുവ മാത്രം അവസാനം ചേർത്താൽ മതിയാവും ഉലുവപ്പൊടി. നമുക്ക് ഇഡലിക്കാണെങ്കിൽ പുളി കുറവ് മതിയായിരിക്കും. ചോറിനാണ് കുറച്ച് പുളി വേണ്ടത്. സാമ്പാറിന് ഇഡലിക്ക് കുറച്ച് പുളി കുറച്ച് മതി. അപ്പോൾ നമുക്ക് താളിക്കാം. കടുകും മുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് താളിച്ച് വയ്ക്കാം. അതും അവസാനം ചേർക്കാം. നമുക്കൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ ചെയ്യാം. ഒരു വറ്റൽമുളകും 4 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒരു മുറി തേങ്ങയും ഇത് നല്ലപോലെ അരച്ചെടുക്കാം. എരി വേണ്ടുന്നവർക്ക് 2 മുളക് ചേർക്കാം. 3-4 ചെറിയ ഉള്ളിയും ചേർക്കാം. നമുക്ക് ആദ്യം വറ്റൽമുളക് അരച്ചിട്ട് തേങ്ങ അരച്ച് ചുവന്നുള്ളിയും പച്ചമുളകും അരച്ച് എടുക്കാം. നമുക്ക് സാമ്പാറെല്ലാം വെന്തിട്ടുണ്ട്. ഉലുവപ്പൊടിയും ഇട്ട് മല്ലിയിലയും ചേർത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ അവസാനം ചേർക്കാം. താളിച്ചതും ചേർക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കുക്കർ കുറച്ച് നേരം അടച്ച് വയ്ക്കാം. നല്ല മണമുണ്ട് സാമ്പാറിന്. എപ്പോഴും കഷ്ണങ്ങൾ കുറച്ച് കഷ്ണം ചേർത്ത് വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ചമ്മന്തി നമ്മൾ ചെറിയ ചൂടേ ആക്കാൻ പാടുള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് കടുവും താളിച്ചതും ചേർക്കാം. നമുക്ക് കടുക് താളിച്ചതും ചട്നിക്ക് ചേർക്കാം.
കടുവും ചട്നിക്ക് കടുക് താളിച്ച് നമുക്കൊരു ഉള്ളിച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി. സവാളയും നമ്മൾ പിരിമുളകിൻ്റെ പൊടിയാണ്, പിരിമുളകിൻ്റെ പൊടിയും സവാളയും പച്ചമുളകും മാത്രം മതി. ഉപ്പും ചേർത്ത് അരയ്ക്കാം. കറിവേപ്പിലയും ചേർത്താൽ മതി. ഇത് നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിക്ക്. ആദ്യം ഒന്ന് ആവിയേറ്റിയ പാത്രത്തിലോട്ട് നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിക്കാം. ഇനി എണ്ണ പറ്റേണ്ട ആവശ്യമില്ലല്ലോ. പച്ചരിയും വെപ്പീരിയും ചേർത്ത് പകുതി ചേർത്തും ഉഴുന്നും അതിന് 3 നാഴി അരിയാണെങ്കിൽ നാഴി ഉഴുന്ന് അങ്ങനത്തെ കണക്കിൽ ഒഴിക്കാം. അങ്ങനത്തെ കണക്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. പച്ചരി മാത്രം ഉഴുന്നും ചേർത്തും ഉണ്ടാക്കാം. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ ചിലർ ചോറ് ചേർത്ത് അരയ്ക്കും. ഗ്രൈൻഡറിലാണെങ്കിൽ നമുക്ക് പകുതി വെപ്പീരിയും പകുതി പച്ചരിയും ചേർക്കാം. ഇഡ്ഡലി കുഴയ്ക്കാം. 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇഡ്ഡലി വെന്തിട്ടുണ്ട്. നമുക്ക് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കുക. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചിലർ തുണിയൊക്കെ വയ്ക്കും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എണ്ണ പുരട്ടിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാവും. പിന്നെ പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ മാവ് ഒഴിക്കുമ്പം ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമ്മൾ എടുത്ത ഉടനെ അതിൻ്റെ പുറം ഒന്ന് വെള്ളം തളിച്ചൊന്ന് തണുപ്പിക്കണം. ഇഡ്ഡലിയുടെ പുറവശം, ഇഡ്ഡലി പാത്രത്തിൻ്റെ പുറവശം എന്ന് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി എല്ലാം ശരിയായിട്ടുണ്ട്. മുളക് ചമ്മന്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.